കഴുത്തിലില്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മുടെ കഴുത്തിൽ കുരിശില്ലാണ്ട് നമ്മൾ കാണില്ല. ഇപ്പോഴത്തെ ഫാഷൻ നെയ്ക്കഡ് നെക്ക്. എന്താണ് നെയ്ക്കഡ് നെക്ക് എന്ന് പറയണേ? ഇപ്പൊ ബ്യൂട്ടി നെയ്ക്കഡ് നെക്ക്. കഴുത്തിൽ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ വാ 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 ബ്യൂട്ടിഫുൾ. പണ്ട് നമ്മളൊക്കെ ആദ്യം ചെറുപ്പത്തില് കഴുത്തിൽ കെട്ടിത്തരുന്നത് ഒരു കുരിശാ. ഇപ്പൊ തന്നെ ചില ആൾക്കാർ ഇത് ഇങ്ങനെ പിടിച്ചോടങ്ങി. അവിടെ ഇല്ല സാധനം. അത് കാരണം അച്ഛൻ പറയണ്ടല്ലോ, അവിടെ സാധനം ഒന്നും ഇട്ടിട്ടില്ല. കുരിശ് ഇങ്ങനെ പിടിച്ചോടങ്ങി മാതാപിതാക്കളെ. ഈ കുരിശാണ് ഏറ്റവും അവസാനം മോൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു കെട്ട് കെട്ടും. ഞങ്ങൾക്ക് കുരിശല്ല, ഞങ്ങൾക്ക് ഈ കാസി പീലാസിയാണ് കിട്ടുക. ഒരമ്മാമ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ കുരിശ് വരച്ചു. അപ്പൊ ആൾക്കാർ ഇവിടെ വല്ല പള്ളി ഉണ്ടാ നോക്കിയപ്പോ പള്ളി കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുരിശ് വരച്ചു. ഈ അമ്മാമ്മ ഇത് നടന്നിടന്ന് കുരിശ് വരയ്ക്കണേ. അമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് കുരിശ് മാപ്രാണത്തിലുള്ള അമ്മാമ്മയാണോ ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരയ്ക്കുക. അപ്പൊ ചോദിച്ചു അമ്മാമ്മോട്, അമ്മാമ്മ ഇത് എന്തിങ്ങനെ ചടപടാതെ ഇങ്ങനെ കുരിശ് വരയ്ക്കണേ? അപ്പോൾ അമ്മാമ്മ പറയാണ്, ഞാൻ കുരിശ് വരച്ചാലേ കുരിശ് വരച്ചാലേ ഈശോയ്ക്ക് സന്തോഷാവും. കുരിശ് വരച്ച സന്തോഷാവും. കുരിശ് വരച്ച സന്തോഷാവും. അതെങ്ങനെയാന്നാ? എല്ലാ വെള്ളിയാഴ്ചയും 9 മണിക്ക് എനിക്ക് സന്തോഷാവും. എന്നിട്ടത് വേറെ കാര്യം പറയണത് എന്താ സന്തോഷമാണേ? എന്റെ മോൻ ഖത്തറില്ല. അതെ, 9:30 മണിക്ക് അവൻ വിളിക്കും എന്നെ. 9 മണിക്ക് എന്നെ വിളിക്കും. ഞാൻ കാത്തിരിക്കും. എന്തിനാ? ഫോൺ കടിക്കാൻ. ഹലോ അമ്മല്ലേ? അതെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ മകൻ എന്നെ ഓർക്കണ സമയമാണ് വെള്ളിയാഴ്ച 9 മണി. ഞാൻ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ തമ്പുരാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. കുരിശ് എന്നെ ഓർത്തൂല്ലേ? പിന്നെ വീണ്ടും ഓർത്തു. ഈ കുരിശ് വരയ്ക്കുമ്പോ ആ കുരിശിൽ മരിച്ചവൻ എന്റെ നേരെ നോക്കുന്നുണ്ടാവും. എന്നെ ഓർക്കാണ്ട് നിനക്ക് കുരിശ് വരയ്ക്കാൻ പറ്റില്ല.